ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 5 സ്റ്റോക്കുകളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കിൽ ഒരിക്കലും നമ്മൾ സെല് ചെയ്യാനായിട്ട് പാടില്ല, കാരണം നല്ല ഫണ്ടമെൻ്റൽ ഉള്ള നല്ല വാല്യുവേഷൻ ഉള്ള ഗ്രോയിങ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ്. അപ്പോൾ നമുക്ക് 5 സ്റ്റോക്കിൽ ഏതൊക്കെയാണെന്ന് നോക്കാം, ഏത് സെക്ടറിലാണ് ചൂസ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന സെക്ടർ എന്ന് പറയുന്നത് IT സെക്ടർ തന്നെയാണ്. അപ്പോൾ IT സെക്ടറിൽ TCS ആണ് ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. TCSന്റെ ഡീറ്റെയിൽസ് നോക്കാം. മിനിമം 25% വരെ പ്രോഫിറ്റും തരാൻ സാധ്യതയുള്ള നല്ല പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉള്ള ഡിവിഡൻഡ് ഈൽഡിംഗ് ഒക്കെ ഉള്ള സ്റ്റോക്കാണ്. അപ്പോൾ TCSന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇപ്പോൾ കറണ്ട് പ്രൈസ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 3139. അപ്പോൾ 52 വീക്ക് ലോ 1504 നിന്നും 3139 റിക്കവറി ആയി. ഏകദേശം 52 വീക്ക് ഹൈ നിയർ ആവാറായി. പിന്നെ ഡിവിഡൻഡ് ഈൽഡ് 1.05% ഉണ്ട്. ഫേസ് വാല്യൂ 1, ബുക്ക് വാല്യൂ 257, സ്റ്റോക്കിന്റെ PE 36 ലെസ് ദാൻ ദ കറണ്ട് പ്രൈസ് ആണ്. ROC 47.8, റിട്ടേൺ ഓൺ ഇക്വിറ്റി 37% ഉണ്ട്. ഇവരുടെ പ്രൈസ് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നല്ല ഒരു ഇൻക്രീസിങ് ഗ്രാഫ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഡെപ്റ്റ് ഫ്രീ ആണ്. ലാസ്റ്റ് 3 ഇയേഴ്സ് ആയിട്ട് നല്ല റിട്ടേൺ ഓൺ ഇക്വിറ്റി ഉണ്ട്. ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് 52.46% ഉണ്ട്. ഇത് ഇവരുടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. നെഗറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ ബുക്ക് വാല്യൂവിനെക്കാട്ടി സ്റ്റോക്ക് 12.21 ടൈംസ് ട്രേഡ് ചെയ്യുന്നു. പിന്നെ ലാസ്റ്റ് ഒരു 10 ഇയേഴ്സ് ആയിട്ട് സെയിൽസ് ഗ്രോത്ത് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്, പാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട്. അപ്പോൾ പക്ഷേ കോമ്പറ്റീറ്റേഴ്സിൽ കമ്പയർ ചെയ്യുമ്പോൾ TCS എപ്പോഴും ടോപ്പ് തന്നെയാണ്. ഇവരുടെ IT സെക്ടറിൽ ബാക്കി കോമ്പറ്റീറ്റേഴ്സ് ഇൻഫോസിസ്, HCL, വിപ്രോ ഇതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇവരുടെ പെർഫോമൻസ് ബെറ്റർ ആണ്. അപ്പോൾ ഇവരുടെ സെയിൽസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ഇൻക്രീസിങ് ഗ്രാഫ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു, അതുപോലെ നെറ്റ് പ്രോഫിറ്റ് ലാസ്റ്റ് മന്തിനെക്കാട്ടി ഇൻക്രീസ് ആയിരിക്കുകയാണ്. ദെൻ ബാലൻസ് ഷീറ്റിൽ റിസർവ്സ് ഇവർ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 83,000 നിന്നും 94 ആയിട്ട് ഇൻക്രീസ് ആയിരിക്കുന്നു. ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയി. ദെൻ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, പ്രൊമോട്ടർ ഹോൾഡിംഗ് ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. ലാസ്റ്റ് ഒരു 6 മന്ത്സ് ആയിട്ട് ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. പിന്നെ FIA ബെറ്റർ ആയിട്ടുണ്ട്. DIA പബ്ലിക് ഷെയർ ഹോൾഡിങ്ങും ഇൻക്രീസ് ആയിരിക്കുന്നു ലാസ്റ്റ് മന്തിനെ കാട്ടി, വിച്ച് ഇസ് എ പോസിറ്റീവ് തിങ്. സോ ഓവറോൾ നല്ല ഒരു ഗ്രോയിങ് സ്റ്റോക്കും മിനിമം നമുക്ക് 25% വരെ ഈ ഒരു സ്റ്റോക്കിൽ പ്രോഫിറ്റ് ലഭിക്കും. സോ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ലോങ് ടേമിന് ഹോൾഡ് ചെയ്യാം. സെക്കൻഡ് ചൂസ് ചെയ്തിരിക്കുന്നതും IT സെക്ടറിലെ സ്റ്റോക്ക് തന്നെയാണ്, ഇൻഫോസിസ്. അപ്പോൾ ഇൻഫോസിസിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇൻഫോസിസ് 1261 ഈ ഒരു ലെവലാണ് കറണ്ട് പ്രൈസ്. 509 52 വീക്ക് ലോയിൽ നിന്നും 1261 ഈ ഒരു ലെവലാണ് ട്രേഡ് ചെയ്യുന്നത്. 52 വീക്ക് ഹൈ 1393. ഡിവിഡൻഡ് ഈൽഡ് 1.39% ആണ്. ഫേസ് വാല്യൂ 5, ബുക്ക് വാല്യൂ 168, റിട്ടേൺ ഓൺ ഇക്വിറ്റി 25.3%, സ്റ്റോക്കിന്റെ PE 28.8%, വിച്ച് ഇസ് ലെസ് ദാൻ കറണ്ട് പ്രൈസ്. ROC 32.6. സോ ഓവറോൾ വാല്യുവേഷൻ ബെറ്റർ തന്നെയാണ്. പ്രൈസ് ഹിസ്റ്ററി നോക്കാം. പ്രൈസ് ഹിസ്റ്ററിയും നല്ല ഒരു ഉയർന്നു പോകുന്ന ഒരു ഗ്രാഫാണ്. ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് ഉണ്ട്, ഡെപ്റ്റ് ഫ്രീ ആണ്. ഇവരുടെ നെഗറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ സ്റ്റോക്ക് ബുക്ക് വാല്യൂനെക്കാട്ടി 7 ടൈംസ് ട്രേഡ് ചെയ്യുന്നു. ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട് കുറച്ച് പുവർ ഗ്രോത്ത് ഉണ്ട്. പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ പിയർ കമ്പാരിസൺ, കോമ്പറ്റീറ്റേഴ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ TCS സെക്കൻഡ് പ്ലേസിലാണ്. സോ ആ ഒരു കോമ്പറ്റീറ്റേഴ്സുമായിട്ട് നോക്കുമ്പോൾ പെർഫോമൻസ് ബെറ്റർ തന്നെയാണ്. പിന്നെ സെയിൽസ് കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ആയി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്സ് ഇൻക്രീസ് ആയിരിക്കുന്നു. നെറ്റ് പ്രോഫിറ്റ് ലാസ്റ്റ് മന്തിനെക്കാട്ടി ഇൻക്രീസ് ആയിരിക്കുന്നു. ബാലൻസ് ഷീറ്റിലെ റിസർവ്സ് കമ്പാരിറ്റീവ്ലി ബെറ്റർ തന്നെയാണ്. ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, പ്രൊമോട്ടർ ഹോൾഡിംഗ് ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നു ലാസ്റ്റ് 2 മന്ത്സ് ആയിട്ട്. പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ഇൻക്രീസ് ആയിരിക്കുന്നു ലാസ്റ്റ് മന്തിനെ കാട്ടി, വിച്ച് ഇസ് എ പോസിറ്റീവ് തിങ്. സോ ഓവറോൾ ഈ ഒരു സ്റ്റോക്ക് ഗ്രോയിങ് സ്റ്റോക്കാണ്. നല്ല ഡിവിഡൻഡ് ഈൽഡിംഗ് ഉണ്ട്. ഫ്യൂച്ചറിൽ നമുക്ക് നല്ല റിട്ടേൺ തരുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ഇനി മൂന്നാമത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് HCL ടെക്നോളജീസ്. ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇപ്പോൾ HCL ഇപ്പോൾ കറണ്ട് പ്രൈസ് 928 ആണ്. 375 ഈ ഒരു ലെവലിൽ നിന്നും 928 ട്രേഡ് ചെയ്യുന്നത്. 52 വീക്ക് ഹൈ 1074. സ്റ്റോക്കിന്റെ PE 19, വിച്ച് ഇസ് വെരി ലെസ് ദാൻ ദ കറണ്ട് പ്രൈസ്. ഡിവിഡൻഡ് ഈൽഡ് 1.08% ഉണ്ട്. ഫേസ് വാല്യൂ 2, റിട്ടേൺ ഓൺ ഇക്വിറ്റി 23.7%,
ROC 27.4% ഉണ്ട്. സോ ഓവറോൾ വാല്യുവേഷൻ ബെറ്റർ ആണ്. പ്രൈസ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഡെപ്റ്റ് ഫ്രീ ആണ്. ലാസ്റ്റ് 3 ഇയേഴ്സ് ആയിട്ട് നല്ല റിട്ടേൺ ഓൺ ഇക്വിറ്റി ഉണ്ട്. ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട്, സെയിൽസ് ഗ്രോത്ത് ലാസ്റ്റ് 10 ഇയേഴ്സ് ആയിട്ട് 19.49% ഉണ്ട്. നെഗറ്റീവ്സ് ആയിട്ട് പറയാൻ ഒന്നും തന്നെ ഇല്ല. അപ്പം അത്ര നല്ല ഒരു സ്റ്റോക്കാണ് HCL ടെക്നോളജീസ്. കോമ്പറ്റീറ്റേഴ്സിൽ 3rd പ്ലേസിലാണ് ഈ ഒരു സ്റ്റോക്ക് ഇരിക്കുന്നത്. സെയിൽസ് കമ്പാരിറ്റീവ്ലി ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് കൊള്ളാം. ഫിനാൻഷ്യൽ വൈസ് ഈ സ്റ്റോക്ക് കൊള്ളാം. ബാലൻസ് ഷീറ്റിൽ റിസർവ്സ് നല്ലോണം ഇൻക്രീസ് ആയി. ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് ലാസ്റ്റ് ഒരു 4 months ആയിട്ട് ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ലാസ്റ്റ് മന്തിനെക്കാട്ടി ഇൻക്രീസ് ആയിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. FIDA ബെറ്റർ ആണ്. സോ ഓവറോൾ ഈ ഒരു സ്റ്റോക്ക് നല്ല ഗ്രോയിങ് സ്റ്റോക്ക് തന്നെയാണ്. നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു ലാഭം ഈ സ്റ്റോക്കിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇനി 4ാമത്തെ സ്റ്റോക്കിലേക്ക് കിടക്കാം. 4ാമത്തെ സ്റ്റോക്ക് ചൂസ് ചെയ്തിരിക്കുന്നത് വിപ്രോയാണ്. വിപ്രോ ഇപ്പോൾ കറന്റ് ട്രേഡ് ചെയ്യുന്നത് 422 റുപ്പീസ് ആണ്. 52 വീക്ക് ലോ 159 നിന്ന് 422 ഈ ഒരു ലെവൽ കുറവായി. അപ്പോൾ ഏകദേശം 52 വീക്ക് ഹൈ നിയർ അവറായി 467. ഡിവിഡൻഡ് ഈൽഡ് ഉണ്ട് 0.24%. ബുക്ക് വാല്യൂ 106 വിച്ച് ഇസ് ലെസ് ദാൻ ദ കറണ്ട് പ്രൈസ്. സ്റ്റോക്കിന്റെ PE 23.5. ROC 19.9% ഉണ്ട്. റിട്ടേൺ ഓൺ ഇക്വിറ്റി 17.5%. വാല്യുവേഷൻ ബെറ്റർ തന്നെയാണ്. സ്റ്റോക്കിന്റെ പ്രൈസ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഡെപ്റ്റ് റെഡ്യൂസ് ആക്കിയിട്ടുണ്ട്. നെഗറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ പുവർ സെയിൽസ് ആയിരുന്നു ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട്. ഡിവിഡൻഡ് പേ ഔട്ട് ബിലോ 6% ആണ്, പ്രോഫിറ്റ് വന്നാൽ കൂടിയും. പിന്നെ ക്വാർട്ടർലി സെയിൽസ് നോക്കുകയാണെങ്കിൽ സെയിൽസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ഉള്ളതാണ്. നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ്ഡ് ആണ്. പിന്നെ ബാലൻസ് ഷീറ്റിലെ റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നല്ലതായിട്ടുണ്ട്, ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. FIDA ബെറ്റർ ആയിട്ടാണ് പെർഫോം ചെയ്തത്. പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ഇൻക്രീസ് ആയിരിക്കുന്നു വിച്ച് ഇസ് എ പോസിറ്റീവ് തിങ്. സോ വിപ്രോയും നല്ല ഗ്രോയിങ് സ്റ്റോക്കാണ്. ലോങ് ടേമിൽ നമുക്ക് ഹോൾഡ് ചെയ്യാം. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് ഫസ്റ്റ് സെർവ് സൊല്യൂഷൻസ് ഈ ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഈ സ്റ്റോക്ക് മെയിനായിട്ട് ഞാൻ ചൂസ് ചെയ്യാൻ കാരണം ഈ ഒരു സ്റ്റോക്ക് രാകേഷ് ജുൻജൻവാല അക്കോമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റോക്ക് കുറച്ചുകൂടെ ഇൻക്രീസ് ആവുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ CAGR 22% ഉണ്ട്. ഇവർക്ക് ഒത്തിരി പ്രോജക്ട്സ് വരുന്നുണ്ട്. സോ ഒത്തിരി ഹോപ്പ് ഉള്ള ഒരു സ്റ്റോക്കാണ്. 100 റുപ്പീസിന് താഴെയാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ ഉള്ളത്. 89 റുപ്പീസ്. സ്റ്റോക്കിന് PE 16.5. ഡിവിഡൻഡ് ഈൽഡ് 2.81. നല്ല ഡിവിഡൻഡ് ഈൽഡിംഗ് ഉണ്ട് ഈ സ്റ്റോക്കിന്. ബുക്ക് വാല്യൂ 41.4 റുപ്പീസ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി 12.2. ROC 13.7%. ഇപ്പോൾ ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ടാണ് ഇവരുടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. നെഗറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി ലാസ്റ്റ് 3 ഇയേഴ്സ് ആയിട്ട് കുറവായിരുന്നു. പിന്നെ അതുപോലെ ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട് കുറച്ചൊരു പുവർ ഗ്രോത്ത് ഉണ്ടായിരുന്നു. ബട്ട് ഓവറോൾ ഈ ഒരു സ്റ്റോക്ക് ബെറ്റർ തന്നെയാണ്. ഇവരുടെ ഫിനാൻഷ്യൽസ് നമുക്ക് നോക്കാം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു. നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ദെൻ ടോട്ടൽ റിസർവ്സ് നോക്കാം. റിസർവ്സ് കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ദെൻ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് ബെറ്റർ ആണ്. പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ബെറ്റർ ആയിട്ടുണ്ട്. ഓവറോൾ നീറ്റ് ആയിട്ടുള്ള ഒരു DIA ഇൻക്രീസ് ആയിരിക്കുന്നു ലാസ്റ്റ് മന്തിനെ കാട്ടി. സോ ഓവറോൾ ഈ സ്റ്റോക്ക് നല്ല ഇൻക്രീസ് ആവും, കാരണം ഇവർക്ക് ഒത്തിരി പ്രോജക്ട്സ് ഇപ്പോൾ പൈപ്പ് ലൈനിലുണ്ട്. സോ ഈ 5 സ്റ്റോക്കുകളും നല്ല ഗ്രോയിങ് ആണ്. ഒരിക്കലും നമ്മൾ സെല് ചെയ്യാൻ പാടില്ലാത്ത സ്റ്റോക്കുകൾ, നല്ല ഫണ്ടമെന്റൽ വാല്യുവേഷൻ ഉള്ള സ്റ്റോക്കാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. കമൻറ്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക. ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ടിപ്സ് എൻ്റയർലി ഫ്രീ ആണ്. ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ലിങ്ക് ഇടാം. 2 സെഗ്മെന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബോത്ത് സെഗ്മെന്റ് NSE MCX റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയറിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ മലയാളം ഷെയറുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ബിഗിനേഴ്സിനായിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.